ഈജിപ്തിൽ ഏറെ ചർച്ചയായ ഒരു കോടതി കേസ് ആണ് ഇത്. തനിക്ക് ഇഷ്ടമുള്ള സ്ത്രീയെ സ്വന്തമാക്കാൻ സ്വന്തം അമ്മയെ ക്രൂരമായി കൊലപ്പെടുത്തിയ ഒരു മകന്റെ കഥ. കോടതി വിധി പ്രഖ്യാപിക്കുന്നതിന് മുൻപ് ജഡ്ജി പ്രതിയോട് പറഞ്ഞ വാക്കുകളാണ് ഇന്ന് ലോകം മുഴുവൻ കേൾക്കുന്നത്. ആ ജഡ്ജി ഖുർആനിലെ ആയത്ത് ഓതിക്കൊണ്ടാണ് ഇപ്രകാരം പറഞ്ഞത്. സൂറത്ത് അൽ-ഇസ്റാ 17:23. إما يبلغن عندك الكبر أحدهما أو كلاهما فلا تقل لهما أف ولا تنهرهما وقل لهما قولا كريما واخفض لهما جناح الذل من الرحمة وقل رب ارحمهما كما ربياني صغيرا. നിന്റെ രക്ഷിതാവായ അല്ലാഹു വിധിച്ചിരിക്കുന്നു, അവനല്ലാതെ മറ്റാരെയും ആരാധിക്കരുത്. മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം. അവർ രണ്ടിലൊരാളോ രണ്ടുപേരോ നിന്റെ അടുത്ത് വാർദ്ധക്യത്തിലെത്തിയാൽ എന്നൊരു വാക്ക് പോലും അവരോട് പറയരുത്. അവരെ തള്ളിപ്പറയരുത്. അവരോട് ആദരവോടെ സംസാരിക്കണം. താഹ ഇനി അൽ-അസ്ഹർ സർവകലാശാലയിലെ ഇസ്ലാമിക് വിദ്യാർത്ഥിയായിരുന്നു. ഒരു ഉമ്മയോട് മര്യാദയോടെ എങ്ങനെ പെരുമാറണം എന്ന് നീ അവിടെ പഠിച്ചു. പക്ഷേ നീ ചെയ്തത് ഏഴാകാശങ്ങളെയും ഭൂമിയെയും പ്രകമ്പനം കൊള്ളിക്കുന്ന ഒരു കുറ്റകൃത്യം. അവകാശമില്ലാത്ത ഒരു ജീവൻ നീ എടുത്തു. ആ ആത്മാവ് നിന്റെ ഉമ്മയായിരുന്നു. 55 വയസ്സുള്ള അല്ലാഹുവിന്റെ ഗ്രന്ഥം മനപ്പാടമാക്കിയ നിന്റെ ഉമ്മ നിന്നെ ഗർഭാത്രത്തിൽ ചുമന്നു നടന്നവൾ. നീ അവളെ കൊന്നു. അവളെ ഒരു കുഴിയിലേക്ക് കൊണ്ടുപോയി മണ്ണിട്ട് മൂടി. തെളിവുകൾ മറച്ചുവെക്കാൻ നിന്നെ മുലയൂട്ടി ജീവിപ്പിക്കണമെന്നായിരുന്നു അവളുടെ ആഗ്രഹം. പക്ഷേ നീ അവളെ വീടിന്റെ ബേസ്മെന്റിലേക്ക് കൊണ്ടുപോയി നിന്റെ 2 കൈകൾ കൊണ്ട് അവളുടെ കഴുത്ത് പിരിച്ചു. ഏകദേശം 10 മിനിറ്റ് അവൾ നേർത്ത ശബ്ദത്തിൽ പറഞ്ഞു, എന്നെ വിടൂ താഹ. നിനക്ക് വേണമെങ്കിൽ ഞാൻ എല്ലാം ചെയ്യും. പക്ഷേ നിന്റെ ഹൃദയം കല്ലായി മാറി. അല്ല, കല്ലിനേക്കാൾ കഠിനമായി. നീ കുട്ടിയായിരുന്നപ്പോൾ ഭക്ഷണം കൊടുത്ത കൈകൾ അവളുടേതായിരുന്നു. നടക്കാൻ പഠിപ്പിച്ചത് അവളായിരുന്നു. പക്ഷേ നീ അവളുടെ മരണം ആഗ്രഹിച്ചു. ശൈത്താൻ നിന്നോട് പറഞ്ഞു, നിന്റെ ഉമ്മയെ കൊല്ലുക. അതാണ് ഏക മാർഗം. നീ ആ ശൈത്താന്റെ വിളിയെ പിന്തുടർന്നു. ഈ ലോകത്ത് ഒരാളും മറ്റൊരാളുടെ സഹായമില്ലാതെ വളർന്നിട്ടില്ല. നിങ്ങളുടെ സപ്പോർട്ട് തന്നെയാണ് ഞങ്ങളുടെ ശക്തി. സോ പ്ലീസ് സബ്സ്ക്രൈബ്.